ഹായ് ഗൈസ്, നമ്മളിന്ന് എങ്ങോട്ടാ പോണേ? ഞങ്ങള് പോണ മുമ്പ് സ്ഥലം പറയാറില്ല. നിങ്ങൾ തമ്മിൽ കണ്ടിട്ട് മനസ്സിലാക്കണം ഗൈസ്. ഓക്കെ, നമ്മുടെ ട്രിപ്പിൽ നിന്ന് ഒരാൾ കൂടി ഉണ്ട്. പക്ഷെ ആൾ എപ്പോൾ ജോയിൻ ചെയ്യാൻ നമുക്കറിയാൻ പറ്റില്ല. ഇല്ല ജിത്തു? സോ ഞങ്ങള് ഒലോക്കോട് എത്തി. ട്രെയിന് അതിന് ടിക്കറ്റ് എടുക്കണം. ജിത്തുവിന് കിട്ടണമെങ്കിൽ നമ്മൾ ട്രെയിനിൽ എത്തിയിട്ടില്ല. പ്ലാറ്റ്ഫോം 1-ലാണ്. നമ്മളിപ്പോൾ എവിടെ എത്തി? ഞങ്ങളിപ്പോൾ എടപ്പള്ളി ഇറങ്ങി. ഞങ്ങളുടെ റൂം എന്താണ് ഞങ്ങളുടെ റൂം ഇതിൻ്റെ അടുത്താണ്. ഐ മീൻ ലുലു മോളിൻ്റെ അടുത്താണ്. അപ്പം ഞങ്ങൾ സൗത്തിൽ ഇറങ്ങുന്ന പ്ലാൻ മാറ്റി ഇടപ്പള്ളി ഇറങ്ങി. അനഘ നടന്നു തുടങ്ങിയിട്ടുണ്ട്, നേതാവിനെ പോലെ മുൻപിൽ വഴി കണ്ടെത്താനുള്ള. പള്ളിയിൽ നിന്ന് ഫോട്ടോ എടുത്തു. ഹോട്ടലിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെക്ക് ഇൻ ചെയ്യണം, അല്ലേ എത്തു? അല്ലേ അനക? അവിടെയാണ് ഞാനും പിന്നെ എൻ്റെ ഫ്രണ്ട്സും കൂടെ 2 years മുമ്പ് വന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് സ്റ്റേ സൂപ്പറായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ സ്റ്റേ നോക്കുന്ന സമയത്ത് ഇതായിരുന്നു ഫസ്റ്റത്തെ ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇവിടെ ബുക്ക് ചെയ്തു. സോ ഫസ്റ്റ് ഫ്ലോറിലുള്ള 310 ആണ് ഞങ്ങളുടെ റൂം. ഞങ്ങൾ ഒരു അരമണിക്കൂർ മുമ്പ് ചെക്ക് ഇൻ ചെയ്തു. ഒരാൾ നിൽക്കുന്നു, അടുത്താൾ സൈഡായി. എല്ലാവർക്കും ഓർക്കക്ഷീണാണ് രാവിലത്തെ. സോ നിന്നെ തലയിൽ കൂടെ മാത്രമേ എടുത്തിട്ടുള്ളൂ. സോ ഇതാണ് ഞങ്ങളുടെ റൂം. ബാഗ്സ് ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ പ്ലാൻ എന്താ? ഞങ്ങൾ ഇവിടുന്ന് ആദ്യം എടപ്പള്ളി മെട്രോ സ്റ്റേഷനാണ് പോണത്. എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ലുലു മോളിൽ കറങ്ങും. എന്നിട്ട് ഒരു വെയിലൊക്കെ ഇത്തിരി കഴിയുമ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് മഹാരാജാസ് വരെ മെട്രോ എടുക്കും. എന്നിട്ട് അവിടെ നിന്ന് ഓട്ടോ പിടിച്ചിട്ട് ഞങ്ങൾ ഹൈക്കോർട്ട് മെട്രോ വാട്ടർ മെട്രോ പോകും. എന്നിട്ട് ഹൈക്കോർട്ട് വാട്ടർ മെട്രോ നിന്ന് ഞങ്ങൾ മട്ടാഞ്ചേരി വാട്ടർ മെട്രോ പോകും. എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ലെറ്റ്സ് കെംചി പോകും. എന്നിട്ട് മട്ടാഞ്ചേരിയും ഫോർട്ട് കൊച്ചി ഭാഗവും എക്സ്പ്ലോർ ചെയ്യും. ഇതാണ് ഞങ്ങളുടെ പ്ലാൻ. ലാസ്റ്റ് നമ്മൾ പനമ്പള്ളി നഗറിൽ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ എൻ്റെ ബ്രദർ ജോയിൻ ചെയ്യും, അല്ലേ? എന്താണ് പ്ലാൻ? ഈ ബ്രദർ ഉറങ്ങാൻ. സോ ഇതാണ് എൻ്റെ ന്യൂ ഹെയർ സ്റ്റൈൽ. നമ്മൾ റെഡിയായി. ഇനിയിപ്പോൾ എവിടെ പോണ? ഞങ്ങള് പ്ലാൻ പറ്റി പറഞ്ഞില്ലേ? ലുലു മോളിലാണ് പോണത്. ജിത്തുവിന് വേണ്ടിയാണ് നമ്മൾ ലുലു മോളിൽ പോണത്. അപ്പം ഞങ്ങൾ വെയിറ്റിംഗ് ആണ് ഓട്ടോയ്ക്ക് വേണ്ടിയിട്ട്. അപ്പം ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലെത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ഫുഡൊക്കെ പാഴ്സൽ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി പേയ്മെൻറ്റ് ചെയ്യണം, എന്നിട്ട് വേണം കഴിക്കാൻ. എത്തിയിരിക്കുകയാണ്. അച്ഛൻ നമ്മുടെ ലുലു മോളിൽ ജോയിൻ ചെയ്തു. ഞങ്ങളുടെ ഫുഡ് കോർട്ടിലെത്തി. ഇനിയിപ്പോൾ കഴിക്കണം. അരമണിക്കൂറിന് ശേഷം അവരിതൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. നമ്മൾ കഴിക്കാൻ പോവാണ്. ഇഷ്ടമായോ? അച്ഛൻ പറയൂ. ഇതാണ് 3 ചീസ് കുൽച്ച വാങ്ങിച്ചു.
ഞങ്ങൾ 4 പേരും കൂടി പീസൊക്കെ കഴിച്ചു. പാവക്കുട്ടിക്ക് മാത്രം അത് കറക്റ്റായിട്ട് കിട്ടിയില്ല. റൈസ് നമ്മൾ വാങ്ങിച്ചത് കുറച്ച് കഴിക്കാൻ വേസ്റ്റായി കുറച്ച്. പിന്നെ കുഴപ്പമില്ല. നമുക്ക് ഒരുപാട് നോക്കണില്ല. ഹായ് ചിത്തു. ഞങ്ങൾ ഫോട്ടോ ബൂത്തിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അനക, ചിത്തു. വെരി നാച്ചുറൽ. സോ ഞങ്ങൾ ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തു. 2 പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് അവസാനം ഈ ഫോട്ടോസാണ് കിട്ടിയത്. എനിക്കും അനഘയ്ക്കും 300 rupees ആണ് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തത്. 2 സ്ട്രിപ്പിനാണ് 300 rupees. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അല്ലേ അനഘ? ചായ കുടിക്കാൻ വേണ്ടി പോകണം. അത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് മട്ടാഞ്ചേരി കറങ്ങാൻ പോകാൻ. ജിത്തുവിന് സത്യം പറഞ്ഞാൽ ബോറടിക്കാൻ തുടങ്ങിയിട്ട് എല്ലാ വീഡിയോയിലും പറയണ പോലെ ഇറങ്ങിയിട്ട് ചായ കുടിക്കാൻ തന്നെയാണ്. അപ്പം അച്ഛൻ ചായ കുടിക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് വന്നത്. ബൈക്ക് പാർക്ക് ചെയ്ത് വന്നു. അനക്ക പറയും എങ്ങനെയുണ്ട്? നല്ല ചൂടുണ്ട്. നേരത്തെ കുളിച്ചു അനക. പാലക്കാടിനകത്ത് ചൂടില്ല. ഇട്ടലയും മാംഗോ ജ്യൂസ് അതാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അവൻ്റെ റൂമിലേക്ക് പോയി. ഞങ്ങളിപ്പോൾ മട്ടാഞ്ചേരി പോയിക്കൊണ്ടിരിക്കുക. ആദ്യം ഇവിടുന്ന് മെട്രോ എടുത്തിട്ട് എവിടെ പോകണം? മഹാരാജാസ് പോകണം. പിന്നെ അവിടുന്ന് വാട്ടർ മെട്രോ. അപ്പം അങ്ങനെ പോകണം. അങ്ങനെ ഞങ്ങൾ എടപ്പള്ളി മെട്രോ എത്തിയിട്ടുണ്ട്. എവിടേക്ക് സെലക്ട് ചെയ്യണം. ഞങ്ങൾ മഹാരാജാസിലിറങ്ങി. ജിത്ത് MG റോഡ് ഇറങ്ങി. എന്നിട്ട് അവിടുന്ന് വീണ്ടും കയറി. മഹാരാജാസും MG റോഡും ഇത്തിരി സിമിലർ ആണ്. ജിത്ത് MG റോഡ് ഇറങ്ങി. ഒരാൾ ഇതേ കൂടെ മറ്റൊരാൾ ഇതേ കൂടെ. എനിക്ക് മനസ്സിലായി. ഞങ്ങൾ മഹാരാജാസിൽ ഇറങ്ങി. ഇനി ഇവിടെ നിന്ന് മെട്രോ ബസ് ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ മെട്രോ ബസ് പിടിച്ചിട്ട് എവിടേക്കാണ് പോകണം? ഹൈക്കോർട്ട്. എന്നിട്ട് അവിടെ നിന്ന് വാട്ടർ മെട്രോ എടുത്തിട്ട് മട്ടാഞ്ചേരി പോകണം. ഇതാണ് ഞങ്ങളുടെ പ്ലാൻ. ഞങ്ങൾ മെട്രോ ബസ്സിൽ പോകണില്ല എന്ന് ചോദിച്ചു. നല്ല തിരക്കായിരുന്നു. 3 പേരിപ്പോൾ എന്തായാലും 90 ആവും. അതിനെക്കാട്ടും ബെറ്റർ ഞങ്ങൾ ഓട്ടോയിൽ പേഴ്സണലി പോകണം. ഞങ്ങൾ ഹൈക്കോർട്ട് ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. ഞങ്ങളങ്ങനെ ഹൈക്കോർട്ട് വാട്ടർ മെട്രോയിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് വേണം പോകാൻ. ഹായ് പറയൂ. സോ അനക വെൻഡിങ് മെഷീനിൽ നിന്ന് ഒരു കോക്കനട്ട് വാട്ടർ കളക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് കാർഡ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കവിടെ വെയിറ്റിംഗ് ചെയ്യണം. ഞങ്ങളങ്ങനെ മട്ടാഞ്ചേരിക്കുള്ള ഇതിൽ കയറാൻ പോവാണ്. സോ അങ്ങനെ ഞങ്ങൾ മട്ടാഞ്ചേരി എത്തിയിരിക്കുന്നു. എല്ലാവരും ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. മട്ടാഞ്ചേരി ഇറങ്ങി. നല്ല ഉറക്കം വരുന്നുണ്ട് ഗൈസ്. നല്ല മൂക്കുമുട്ട കഴിച്ച് ഇനി മൂക്കുമുട്ട ബെഡ് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഉറങ്ങും. നമുക്ക് ടൂറിസ്റ്റ് ഞങ്ങൾ ഇപ്പോൾ മട്ടാഞ്ചേരി പാലസിലേക്ക് പോവാണ്. പക്ഷേ അതൊക്കെ അടച്ചു 5 മണിക്ക്. ഞങ്ങൾ 5:45. സോ ഞങ്ങളുടെ പ്ലാൻ ചെറുതായിട്ട് ചേഞ്ച് ആക്കിയിട്ട് ജൂ ടൗൺ മാത്രമേ പോകുന്നുള്ളൂ.
പ്ലാൻ എല്ലാം പാടി എല്ലാം അടച്ചു. ഇന്നെന്തോ ജ്യൂ ഹോളിഡേ ആണെന്ന് കാണുന്നുണ്ട്. സോ ഞങ്ങൾ വട്ടാഞ്ചേരിയിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. പക്ഷെ നമ്മൾ എവിടെ എത്തി? ഞങ്ങൾ വാസ്കോ ഡ ഗാമ സ്ക്വയർ എത്തി. ഇത് അത്ര ക്ലീൻ ബീച്ചല്ല, പക്ഷെ ബീച്ചാണ്. ആൻഡ് സൺസെറ്റ് കാണാൻ പറ്റും. 6:40 സൺസെറ്റ് കാണാൻ പറ്റും. നമുക്ക് നോക്കാം എങ്ങനെ. നമുക്ക് ജ്യൂസ് ഒക്കെ കുടിക്കാം, വെള്ളം കുടിക്കാം. മസാല ടീ. ഇവിടെ കറങ്ങുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ സൈക്കിൾ എടുക്കാൻ പറ്റും. അനഘ, നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ഞങ്ങൾ ഇനി ലെറ്റ്സ് കിംചി പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഞങ്ങൾക്ക് അറിയില്ല അത് എങ്ങനെ ഉണ്ടാവും. സോ അത് തുറന്നിട്ടുണ്ടാവും. കാരണം ഞങ്ങളുടെ ഇപ്പോഴത്തെ എക്സ്പീരിയൻസ് എല്ലാം അടച്ചിട്ടാണ്. സോ ഞങ്ങൾ നടന്നിട്ടാണ് പോകുന്നത്. 2 കിലോമീറ്റർ 7:15 ആകുമ്പോഴേക്കും എത്തുമെന്നാണ് തോന്നണത്. നടക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ വയർ ഫുള്ളാണ്. അപ്പോൾ ഞങ്ങൾ മറ്റേ പാനിപ്പൂരിയും സമൂസ ചാറൊക്കെ കഴിച്ചു. ഞങ്ങൾ ബീച്ചിൽ പോയത് സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ സൺസെറ്റ് നേരത്തെ സെറ്റായി. എന്നെ 6:40 കാണിച്ചത്. ചിലപ്പോൾ ഈ ലൈറ്റ് പോകാൻ വേണ്ടിയിട്ടായിരിക്കും 6:40. സോ ഇതാണിത് ഹോസ്റ്റല്, വാസ്കോ ഡ ഗാമ സ്ക്വയർ. ഒരു 20 മിനിറ്റോളായി ഞങ്ങൾ നടക്കാൻ തുടങ്ങിയിട്ട്. ഇവിടെ അങ്ങനെ ഞങ്ങൾ 1 മണിക്കൂറിൻ്റെ നടത്തത്തിന് ശേഷം അങ്ങനെ ലെറ്റ്സ് കിംചി എത്തിയിരിക്കുകയാണ്. ഐ ഹോപ്പ് ഇത് വർത്ത് ഇറ്റ് ആണ്. കേൾക്കണ്ടോന്നും അറിയില്ല. അതിൻ്റെ ഇടയിൽ ചിത്തൂരിൻ്റെ കാലിന് ചെറിയ പണി കിട്ടി. അതൊക്കെ ഓടിപ്പോയി. എല്ലാം ഒരു സൈക്കിളുകാരൻ എന്തോ പറഞ്ഞു, അത് കിട്ടണം. അങ്ങനെ ഞങ്ങൾ കിംചിയിലെത്തിയിരിക്കുകയാണ്. നമ്മൾ പരമ്പര നഗറിൽ പോയി ഫുഡ് കഴിക്കുമോ? ഇല്ല, ഞങ്ങളിങ്ങനെ ഡൽഹിയിൽ അച്ചോട്ട് പറഞ്ഞ ജവഹർലാൽ യൂണിവേഴ്സിറ്റി. ലെറ്റ്സ് കിംചിന്ന് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി. 890 ഫുഡ്. എങ്ങനെയുണ്ടായിരുന്നു? ഐ മീൻ ക്വാണ്ടിറ്റി ഇത്തിരി ക്വസ്റ്റ്യനബിൾ ആയിരുന്നു. പക്ഷെ ആ സൂപ്പ് എനിക്ക് വളരെ ഇഷ്ടമായി. ചിത്തുവാണ് ഓർഡർ ചെയ്ത സൂപ്പ്. പാഷൻ ഫ്രൂട്ട് ഏഡ് എനിക്ക് ഇഷ്ടമായി. അത് ഞാൻ സെലക്ട് ചെയ്തതാണ്. അതൊരു റിഫ്രഷ്മെന്റ് ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ട്. ജലദോഷം പിടിച്ചിട്ടുണ്ട്. ചിത്തു വളരെ സ്ലോ ആയിട്ടാണ്. ഇനി ഞങ്ങൾക്ക് ഇവിടുന്ന് ബസ് എടുത്തിട്ട് വേണം പോവാൻ. ഞങ്ങൾ ബസ് എടുത്തു. ഭാഗ്യം കൊണ്ട് ബസ് എവിടെ വരെ പോകും? ഇവിടെ നിന്നല്ല എല്ലാ ബസ്സും എടപ്പള്ളി പോകും. ഞങ്ങൾ ചോദിച്ചു എടപ്പള്ളിക്ക് എങ്ങനെയാണ് പോവാ. നമ്മൾ ഈ ബസ് എടപ്പള്ളി പോകും. അങ്ങനെ എടപ്പള്ളിക്ക് ടിക്കറ്റ് എടുത്തു. ഒരു ടിക്കറ്റിന് 28 രൂപയാണ്. അങ്ങനെ ഞങ്ങൾ നേരെ എടപ്പള്ളി പോകും.
എടപ്പള്ളി ഇറങ്ങിയിരിക്കുകയാണ്. ഏകദേശം 1 മണിക്കൂർ അല്ലേ, 1.5 മണിക്കൂർ ബസ്സിൽ പോയിട്ട്. ഞങ്ങളിപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ്, ഞങ്ങളുടെ എടപ്പള്ളിയുടെ ഓപ്പോസിറ്റ് ഒരു പള്ളിയുണ്ട്. അവിടെ എന്തോ പരിപാടിയാണ് തോന്നുന്നു. ഇങ്ങനെ കുറേ പള്ളിപ്പെരുന്നാളാണ് തോന്നുന്നു, അറിയില്ല. അപ്പം അതിൻ്റെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾ പോയിട്ട് നോക്കിയിട്ട് വരാൻ വിചാരിച്ചു. സോ ഇവിടെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇടപ്പള്ളിയിലുള്ള പള്ളിയാണ്. അപ്പം അതിൻ്റെ ഇവിടെയാണ് നമുക്ക് കുറേ സ്റ്റോൾസ് ഒക്കെ കാണാൻ പറ്റുക. എനിക്ക് കുടിക്കണ്ട. നമ്മൾ അവിടെ നിന്ന് ഞാൻ അവിടെ നിന്ന് എന്താ കുറിച്ച് പച്ചമുളക് സംതിങ് മാങ്ങ കുരുക്കി സർബത്ത് കുടിച്ചു. ഇവിടെ ഇതായിരുന്നു ഫെസ്റ്റിവല്. നമ്മള് ആ പള്ളിയുടെ ഓപ്പോസിറ്റ് വഴിയിലേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ റൂം. MAG ഹോസ്പിറ്റൽ. ഇതിൻ്റെ സെയിം ലൈനിൽ വരുന്ന ആ ഗ്രീൻ കളർ സ്ഥലമാണ് നമ്മളുടെ റൂമുള്ളത്. ഫാം ഗ്രൂസ് സർവീസ് അപ്പാർട്ട്മെൻറ്റ്. സർവീസ് ഇല്ല അല്ലേ? നമ്മുടെ നൈറ്റ് വ്യൂ, അവർക്ക് പ്രമോഷൻ. റൂമിലേക്ക് എത്താൻ പോവുകയാണ്. പ്ലാനത്തിൽ അതായി ഗൈസ്. ഞങ്ങൾക്കൊന്ന് പോണെന്ന് കുറെ ശ്രദ്ധിക്കും, പക്ഷെ പറ്റിയില്ല. നമ്മുടെ തെറ്റല്ല, അത് യൂണിവേഴ്സിറ്റി. എന്റെ ബ്രേസ്ലെറ്റ് പൊട്ടി ഗൈസ്. അതും പള്ളിയില്. അത് ഈവിള് ബ്ലാക്ക് അതും പള്ളിയില് ഗൈസ്, പള്ളിയിൽ. സോ അങ്ങനെ ഞങ്ങൾ റൂമിലെത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പം ഞാനും അനക്കും ഫ്രഷായി കഴിഞ്ഞു. ഇനിയിപ്പോൾ ജിത്തു ആണ് പോകുന്നത്. എത്ര നേരം എടുക്കുന്ന അറിയില്ല. ജിത്തു റെഡിയായിട്ട് വന്നിട്ടുണ്ട്. കുളിച്ച് റെഡിയായി, കുട്ടപ്പനായി. ഞങ്ങൾ ഉണക്കാനിട്ട സാധനങ്ങളൊന്നും കാണിക്കുന്നില്ല. ആ ബ്രാൻഡിന് പ്രൊമോഷനാണ്. അപ്പൊ അടുത്ത തവണ തൊട്ട് ഞങ്ങൾക്ക് അത് ആവശ്യം വരുമ്പോൾ നിങ്ങൾ പൈസ തരേണ്ടി വരും, അല്ല ഫ്രീ ആയിട്ട് തരേണ്ടി വരും. ഓക്കെ, ബ്ലാക്ക് ആണ്. ഓക്കെ ശരി, ഓക്കെ കൂൾ. നോ, ഇത് മറ്റേ കണ്ടന്റ് വരും. സോ നാളെ അനക 6 മണിക്ക് എണീക്കും, അല്ല 5:30 എണീക്കും. എന്നെ 6 മണിക്ക് എണീപ്പിക്കുന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞു 12 മണി വരെ. അപ്പൊ ഞങ്ങൾ 7 മണിക്കാണ് പോകുന്നത്. ഞങ്ങൾ പ്ലാൻ ചെയ്യണത് ഞാൻ 6 മണിക്ക് നീക്കാൻ, ഞാൻ ഫ്രഷ് ഒക്കെ ആയിട്ട് കുളിക്കേണ്ടി വരും. പക്ഷെ ഞാൻ വെള്ളം എടുത്ത് ഇങ്ങനെ ചെയ്യും. ചോറ്റാനിക്കല് പോണതാണ്. അപ്പൊ രാവിലേക്കും ഉച്ചയ്ക്കും വൈകുന്നേരത്തേക്കും ദൈവമുണ്ട്. അപ്പൊ നമുക്ക് വൈകുന്നേരം ഉച്ചയ്ക്ക് ഇല്ല ദൈവം. അവര് പറഞ്ഞു 4 to 12, പിന്നെ 4:35 to എന്താ പറയാ രാത്രി 8:45. അപ്പൊ എന്തായാലും ഉച്ച 12 മണി ഉണ്ടല്ലോ. അപ്പൊ നമ്മള് കുറച്ച് ലേറ്റ് അറിയില്ല, നോക്കണം. അപ്പൊ നാളെ നമുക്ക് അതാണ് പ്ലാൻ. ചോറ്റാനിക്കര പോകണം, പിന്നെ തൃപ്പൂണിത്തുറ ഹിൽ പാലസ്. അത് കഴിഞ്ഞ് നമ്മളിവിടെ എത്തുമ്പോൾ ജിത്തു ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അത്രേ ഉള്ളൂ.